ഓർമ്മകളില്ലെന്നു വന്നാലെനിക്കു നീ ആരായിരിക്കുമെന്നോർക്കുവാൻ കൗതുകം. ഓർമ്മകളില്ലെന്നു വന്നാലെനിക്കു നീ ആരായിരിക്കുമെന്നോർക്കുവാൻ കൗതുകം. കാണുന്ന നേരത്തു കൈപിടിച്ചിടുമോ, കണ്ടതറിയാതെ കടന്നുപോയിടുമോ. വിണ്ടുകീറിയ മേഘങ്ങളായി നാം ദൂരദൂരങ്ങളിൽ വേർപിരിഞ്ഞിടുമോ. ഓർമ്മകളില്ലെന്നു വന്നാലെനിക്കു നീ ആരായിരിക്കുമെന്നോർക്കുവാൻ കൗതുകം. കാണുന്ന നേരത്തു കൈപിടിച്ചിടുമോ, കണ്ടതറിയാതെ കടന്നുപോയിടുമോ. വിണ്ടുകീറിയ മേഘങ്ങളായി നാം ദൂരദൂരങ്ങളിൽ വേർപിരിഞ്ഞിടുമോ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും .വിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശിയായ ഡോക്ടർ സിബു മോഡേലിനെയാണ്. അദ്ദേഹം ഇപ്പോൾ ആലുവ UC കോളേജിലെ മലയാളം വിഭാഗം മേധാവിയാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. സാർ, എന്നാൽ ഈ ധിക്കാരി എന്ന അങ്ങയുടെ ഈ കവിതാ സമാഹാരത്തിലെ അദ്ദേഹം മനസ്സിനെ സ്പർശിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകമായ കവിത തോന്നുന്നുണ്ടോ? അല്ലെ, ഇതിലെ ഒരു ചെറിയ കവിത കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് നാനോ കവിതയാണ്. നാനോ കവിതകൾ ഞാൻ മറ്റൊരു സമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. സാംസ്കാരികൻ എന്നാണ് അതിന്റെ പേര്. എന്നെപ്പോലൊരു മഹാപ്രതിഭ ജനിച്ചിട്ടില്ല, ജനിക്കുകയില്ല, ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു ചെറിയ കവിത ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സാറേ, അതുപോലെ തന്നെ നമ്മുടെ നാടിനെ സ്പർശിക്കുന്ന അല്ലെ നാടിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കവിതാ സമാഹാരം അങ്ങയുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? എന്റെ മൂന്നാമത്തെ കവിതാ സമാഹാരമായ വിശന്നും വിഷമിച്ചു എന്നുള്ള കവിതയിലെ ശീർഷക കവിത, ആ കവിത നമ്മുടെ ഈ ദേശവുമായിട്ടും നമ്മുടെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇത് റബ്ബറിന്റെ നാടാണ്. എന്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഒരു സംഭവം, അതിന്റെ സാക്ഷിയായിരുന്നു ഞാൻ. അത് എഴുതിയത് ഒരു 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഞാൻ ഈ കവിത എഴുതുന്നത്. പക്ഷെ അന്നത്തെ ഓർമ്മയാണ്. അതാണ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ ജോലിയിൽ ഇവിടെ പിരിച്ചു വിടുകയുണ്ടായി. അതായത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് രാവിലെ അയാൾ ടാപ്പിങ്ങിന് വന്നു. അന്നത്തെ ടാപ്പിങ് കഴിഞ്ഞു, കത്തിയുമായിട്ടൊക്കെ വന്നു, എല്ലാ പണിയും കഴിഞ്ഞിട്ട് നാളെ മുതൽ വരണ്ട, ഇതാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്, വേറൊരാളെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴാ ഒരു തൊഴിലാളിയുടെ മുഖത്ത് കണ്ട ആ ഭാവം, അത് എനിക്കിപ്പോഴും എത്ര പതിറ്റാണ്ട് കഴിഞ്ഞു എന്നിട്ട് എനിക്കത് ആ ഭാവം, അയാൾ ഉരുവിട്ട് വിശന്നും വിഷമിച്ചുമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്, ഇങ്ങനെയൊക്കെ അയാൾ പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ശീലിക്കാറ്. എന്റെ സമാഹാരത്തിന്റെ പേര് തന്നെ വിശന്നും വിഷമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തി ഒരുപക്ഷെ ഇപ്പോഴും കാണും, നെടുങ്ങാടപ്പള്ളി അടുത്ത് എവിടെയോ അദ്ദേഹം ഉണ്ട്. ഞാൻ പിന്നെ ഒരു വ്യക്തിയെ ഒരിക്കലും കാണുന്ന അവരുടെ സ്ഥിതി ഇപ്പൊ എന്താണെന്നറിയില്ല, ചിലപ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എന്റെ കവിതകളിലൊക്കെ തന്നെ ഈ നാട്ടിലെ കഥാപാത്രങ്ങൾ പലരും ഉണ്ടെങ്കിലും ഞാൻ പേരുകൾ സൂചിപ്പിക്കാറില്ല. ആ കവിത ഞാൻ അത് കുറച്ച് ഭാഗം അവതരിപ്പിക്കാം. അന്നത്തെ നിന്റെയാ നോട്ടം മറക്കില്ല ഞാൻ, നാറിയിടുമൊട്ടുപാൽ തറഞ്ഞിരിപ്പത് ചിരട്ടയിൽ നിന്നു വലിച്ചിളക്കുമ്പോൾ വിരൽമുട്ടുരഞ്ഞു നീറി കണ്ണിറങ്ങിടുമ്പോൾ നിൻമുഖത്തന്നു വായിച്ചു ഞാൻ വിശന്നും വിഷമിച്ചും. ജീവിതം വ്യർത്ഥമെന്നോർത്തു തളർന്നുവോ, മരവിച്ച പട്ടയിൽ കത്തിമുനയോടുമ്പോൾ പാൽത്തുള്ളി കണ്ണിൽ
തെറിച്ചേറെ നേരം നിലത്തിരിക്കുമ്പോൾ ജീവിതം ശബ്ദമെന്നോർത്തു പുകഞ്ഞുവോ. കത്തും വിശപ്പിനാൽ കണ്ണിലിരുട്ടായി മരത്തിൽ പിടിച്ചു നിൽക്കുമ്പോൾ ആശ്വസിച്ചന്നു നീ ജീവിതം ജീവനെ താങ്ങിയല്ലോ. ഇനി വരേണ്ടെന്നു പറഞ്ഞപ്പോൾ കത്തിമുന നിലത്തു കുത്താനോങ്ങി വേണ്ടാന്നു വെച്ചു തിരികെ ഏൽപ്പിച്ചു തിരിച്ചു നടക്കുമ്പോൾ നിൻമുഖത്തന്നു വായിച്ചു ഞാൻ വിശന്നും വിഷമിച്ചു. ഈ കവിത ഇങ്ങനെ നീണ്ടുപോകുന്നു. അപ്പോഴേ ഇത് നമ്മുടെ നാട്ടിൽ നടന്ന ഇവിടെ ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലുമായി ബന്ധപ്പെട്ട അനുഭവത്തിന്റെ ഒരു അത് ഞാനും ഇവിടെ എന്റെ പറമ്പിലുള്ള മരങ്ങൾ ഞാനും വെട്ടിയിട്ടുണ്ട്. ഈ ടാപ്പിംഗ് തൊഴിലാളിയുടെ വേദനയും പ്രയാസം എനിക്കറിയാം. അതുകൊണ്ടാണ് ചിരട്ടയിൽ ഇങ്ങനെ ഒത്തുപാലിങ്ങനെ എടുക്കുമ്പോൾ വിരൽമുട്ട് ഉരഞ്ഞ് നീറി അതൊക്കെ എഴുതാൻ സാധിക്കുന്നത് അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് വിശന്നും വിഷമിച്ചു എന്നുള്ള കവിത. ഇങ്ങനെ വിശന്നും വിഷമിച്ചു ഉള്ള ഒത്തിരി ആളുകളെ ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൊക്കാലിറ്റിയുമായി ബന്ധപ്പെട്ട് സെന്റ് ഫിലോമിനാസ് UP സ്കൂളിലാണല്ലോ ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ സ്കൂളിൽ ഒരിക്കൽ സ്ലേറ്റിൽ എനിക്കൊരു 0 മുട്ടയിട്ട് തന്നിട്ട് ആ സിസ്റ്റർ കന്യാസ്ത്രീ പറയുകയുണ്ടായി, ഇത് മായ്ച്ചു കളയരുത്, വീട്ടിൽ കൊണ്ട് കാണിക്കണം. ഒരു ചെറിയ കുട്ടിക്ക് എന്തൊരു മാനസിക ബുദ്ധിമുട്ടാണത് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു അനുഭവം കിടന്നത് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 30-40 വർഷം കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് അത് ഞാൻ മുട്ട എന്ന പേരില് ഒരു കവിത, ചെറിയ കവിതയാണ് അത് എന്ന് കരുതി എന്റെ അനുഭവം അതുപോലെയല്ല. അതിൻ്റെ അകത്ത് ഞാൻ ചിലതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കവിത ഇതാണ്. ചെറുതായതുകൊണ്ട് ഞാനത് ഇവിടെ അവതരിപ്പിക്കാം. പണ്ട് രമണി ടീച്ചർ മുട്ടയിട്ടത് എന്റെ സ്ലേറ്റിൽ. ഞാനിട്ട മുട്ട വീട്ടിലെത്തും വരെ മായരുതെന്നൊരു ശകാരവും. വൈകുന്നേരം പോകുന്നേരം ബോർഡിനടിയിലെ പൊടിച്ചോക്കിനാൽ മുട്ടയെ ഞാൻ എട്ടാക്കി. വീടെത്തിയപ്പോൾ അമ്മ തന്നു 8 കിട്ടിയ നേട്ടത്തിന് പുഴുങ്ങിയ മുട്ട. കല്ലു പെൻസിലാൽ ഒപ്പുമിട്ടു 8നെ വീണ്ടും മുട്ടയാക്കി ടീച്ചറെ കാട്ടി പിറ്റേന്നു ഞാൻ. കുഞ്ഞു മനസ്സിനെ നോവിച്ചതിൽ രസിച്ചു ടീച്ചർ, ക്ഷമിച്ചു ഞാനും, ടീച്ചറെ പറ്റിച്ചതല്ലേ. അപ്പോൾ ഈ കവിത കുരീപ്പുഴ ശ്രീകുമാര് അദ്ദേഹത്തിന്റെ ഇന്നു വായിച്ച കവിത എന്നുള്ള പങ്ക്തിയിൽ എടുത്തിടുകയുണ്ടായി. അപ്പോൾ അതിന് 2014 ഓഗസ്റ്റ് മാസത്തെ ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കിട്ടിയ കവിതയായതുകൊണ്ട് അദ്ദേഹം അത് വീണ്ടും റീപോസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ സങ്കടകരമായ ഒരു കാര്യം, ഈ കവിത ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ബഷീറിന്റെ പേരിലാണ് പ്രചരിക്കുന്നത്. ബഷീറിന്റെ ഗദ്യ കവിതയായിട്ടാണ് മുട്ട ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ, ബഷീർ ജീവിച്ചിരുന്നെങ്കിൽ അത് നിഷേധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്വന്തം രചന മറ്റൊരാളുടെ മാനസിക വിഷമമുണ്ടല്ലേ ഇന്ന് പല ആളുകളും അതെടുത്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ കവിതകളില് നാനോ കവിതകൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് പറ്റുന്ന തരത്തിലുള്ള വളരെ ചുരുങ്ങിയ വാക്യങ്ങളുള്ള കവിതകളാണ്. അതിന്റെ രഹസ്യം എന്താണെന്നൊന്ന് പറയാമോ? അതെ, നാനോ കവിതകൾ നമ്മൾ വളരെ ചെറുത് മഹാകാവ്യങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ ഒരു SMS ഭാഷയിലേക്ക് നമ്മൾ കടക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ കൈമാറുക എന്നുള്ളത് പുതിയ രീതിയൊന്നുമല്ല. ജാപ്പനീസ് ഹൈക്കു കവിതകളൊക്കെ ഉണ്ട്. ഞാൻ പക്ഷെ നാനോ കവിതകൾ എന്നാണ് അവയെ വിളിക്കുന്നത്. ഹൈക്കുവിൽ നിന്ന് അതിനുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഞാൻ ശീർഷകം ഇടും. ആ ശീർഷകം കൂടെ ചേരുമ്പോഴേ ആ കവിതയുടെ ആശയം പൂർണ്ണമാവുള്ളൂ. അല്ലാതെ വെറും വരികള് മാത്രമല്ല. അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഞാൻ കുറച്ച് കവിതകള്. ഒന്ന് കാലം, ഭാവി പറയാം, ബയോഡേറ്റ തന്നാൽ ഭൂതവും, ടോപ്പപ്പ് ചെയ്തു തന്നാൽ വർത്തമാനവും. മറ്റൊന്ന് സൂത്രം എന്നൊരു കവിതയാണ്. ഇത് ഈ സ്പിരിച്വൽ ട്രേഡിന്റെ കാലമാണ്. ആത്മീയത നല്ല കാര്യമാണ്, പക്ഷെ അതിനെ വ്യവസായമാക്കി ചില ആളുകൾ മാറ്റുന്നുണ്ട്. അതാണ് സൂത്രം.
അത് ഒരു ക്രിസ്തീയ ഗാനത്തിന്റെ ഈണ അതിനുണ്ട്. ആക്രാന്തമുണ്ടെനിക്കാരാധനയ്ക്കാൻ കൂടിയിടുമ്പോൾ സ്തോത്ര കാഴ്ചയ്ക്കുള്ള സഞ്ചി നിറയുമ്പോൾ സ്തോത്രം പറഞ്ഞെന്റെ തൊണ്ട കീറും. ഇതാണ് സൂത്രം എന്നുള്ള കവിത. ഇനിയും ഈ വിശേഷാൽ പ്രതി, ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് വിശേഷാൽ പ്രതികളുടെ ബഹളമാണ് ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞെഴുതിക്കുന്നതാണ്. വളിച്ച സാമ്പാറും പുളിച്ച മോരുമുണ്ട് ഉണ്ണാതെ വിടില്ല. മറ്റൊരു കവിത നിയന്ത്രണം, ജ്ഞാനോ കവിതയാണ്. അങ്കനാകലാലയം മുന്നിലുള്ള കാരണം ക്ലേശമില്ല തെല്ലുമേ ഗതാഗത നിയന്ത്രണം. അടുത്ത മറ്റൊരു ജ്ഞാനോ കവിത പ്രസംഗം. പ്രസംഗം കേൾപ്പിച്ചു നടന്നു, വിവാഹിതനായപ്പോൾ കേട്ടും തുടങ്ങി. മറ്റൊരു ജ്ഞാനോ കവിത ആദാനം. ബോറോവിങ് ആണ്, കടമെടുക്കാനുള്ള ഭാഷയിൽ എപ്പോഴും കടമെടുപ്പുണ്ട്. ആദാനം. സ്റ്റുപ്പിടെന്നെ വിളിച്ചപ്പോൾ അപ്പൂപ്പന്റെ വെപ്പുകല്ലടർന്നങ്ങു തെറിച്ചു വീണു മണ്ണിൽ. മറ്റൊരു ജ്ഞാനോ കവിത ധ്യാനം. ഇത്രയേറെ ധ്യാനിച്ചിട്ടും ചിന്ത നൊന്തില്ലേ എന്ന് പുരോഹിതൻ. ഇത്രയേറെ ധ്യാനിച്ചിട്ടും ചിന്ത നൊന്തില്ലേ എന്ന് പുരോഹിതൻ. കുത്തിയിരുന്ന് ശാന്തി നൊന്തെന്ന് വിശ്വാസികൾ. മറ്റൊരു ജ്ഞാനോ കവിത വാ. ഒരു വർണ്ണം മാത്രമേ ഉള്ളൂ, വാ എന്ന വർണ്ണം. യാ ര ല വ. അതിലെ വ. വരുന്നവൻ വാഴും, വാഴുന്നവൻ വാരും, വാരുന്നവൻ വീഴും. മറ്റൊരു ജ്ഞാനോ കവിത തര്യൻ എന്നാണ്. എന്നെ തിന്നുമെന്നൊരു കുഞ്ഞുറുമ്പ്, ഞാൻ ചിരിച്ചുപോയി. തര്യൻ എവിടെ നിന്ന് തിരക്കി, സെമിത്തേരിയിൽ നിന്നുരച്ചു, ഞാൻ ധരിച്ചുപോയി. മറ്റൊരു ജ്ഞാനോ കവിത മറുവെടി എന്നാണ് അതിൻ്റെ പേര്. മറുപടി അല്ല, മറുവെടി. നീ അഴിയെണ്ണം, എണ്ണാൻ അറിയില്ല സാർ. നീ ഉണ്ട തിന്നും, ഇഷ്ടമാണ് സാർ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, താങ്ക് യു സാർ. മറ്റൊരു ജ്ഞാനോ കവിത പരാതി. പൊതുപ്രവർത്തകനും അച്ഛനെ പറ്റി ഗദ്ഗദവതിയായി പറഞ്ഞു കെട്ടിയോൾ. പൊതുപ്രവർത്തകനും അച്ഛനെ പറ്റി ഗദ്ഗദവതിയായി പറഞ്ഞു കെട്ടിയോൾ. ഉമ്മച്ഛനാണയാൾ നാട്ടുകാർക്കെല്ലാം ഉമ്മ വെച്ചിട്ടില്ല.